ഇടതൂർന്ന കാടിന്റെ മധ്യത്തിൽ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ കരയിലുള്ള ഒരു ഞാവൽ മരത്തിലാണ് ബാലുകുരങ്ങൻ താമസിച്ചിരുന്നത്. നദിയുടെ മറ്റേ കരയിൽ വയസ്സായ ഒരു മുതലയും വയസ്സായ ഭാര്യയും താമസിച്ചിരുന്നു. കിഴവൻ മുതലയ്ക്ക് പ്രായാധിക്യത്താൽ ഇര പിടിക്കാൻ കഴിയുമായിരുന്നില്ല. വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളെ പിടിക്കാൻ അരികിൽ ചെല്ലുമ്പോഴേക്കും മത്സ്യങ്ങൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ ഇക്കരയോ, ഞാവൽ മരത്തിൽ ബാലുകുരങ്ങൻ മധുരമുള്ള ഞാവൽ പഴങ്ങൾ തിന്ന് രസിച്ച് അടിപൊളിയായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം കിഴവൻ മുതല ഇര പിടിക്കാൻ ഇറങ്ങി. പക്ഷെ ഇരയൊന്നും കിട്ടിയില്ല. ക്ഷീണിച്ച് തളർന്ന മുതല ഞാവൽ മരത്തിന്റെ ചോട്ടിൽ വന്ന് വിശ്രമിക്കാൻ തുടങ്ങി. വയസ്സാവുക എന്ന് പറയുന്നത് വല്ലാതൊരു അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഈ അവസ്ഥ വന്ന ശേഷം ശരിക്കും ഇര പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഒട്ടും വയ്യ. ഈ പറച്ചിലൊക്കെ കേട്ടുകൊണ്ട് ബാലുകുരങ്ങൻ മരത്തിന്റെ മേലെ ഇരിക്കുകയായിരുന്നു. എന്താ ചേട്ടാ, വിശക്കുന്നുണ്ടാ? അതെ. നിങ്ങൾ ഞാവൽപ്പഴം തിന്നുവാ? അതെന്താ തിന്നാൽ? വിശക്കുമ്പോഴേ ഞാവൽ പഴവും ചില്ലി ചിക്കൻ പോലെ രുചിക്കും. നിങ്ങളൊരു തമാശക്കാരനാണല്ലോ. എന്താ തിന്നോ, നല്ല പഴുത്ത ഞാവൽപ്പഴങ്ങൾ. അരേ വാ, നല്ല രുചിയുള്ള ഞാവൽ. മുതല ചേട്ടാ, വിശന്നപ്പോഴേ ഈ ഞാവൽപ്പഴവും ചില്ലി ചിക്കൻ പോലെ രുചിക്കുന്നുണ്ടോ? കൊള്ളാം കൊള്ളാം. എന്റെ ഡയലോഗ് തന്നെ എന്റെ അടുത്ത് തിരിച്ചു പറയുന്നു. അടിപൊളി. എന്ത്, എന്റെ ഡയലോഗാണോ? അല്ല, ഞാവൽ പഴവേ, ഈ പഴങ്ങൾക്ക് നല്ല മധുരമുണ്ട് കേട്ടോ. താങ്ക് യു. എന്നെ ഫ്രണ്ട് ആക്കാമോ? കിഴവൻ മുതലയുടെ സുഹൃത്താവാനുള്ള ചോദ്യം കേട്ട് ബാലുകുരങ്ങൻ ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. അന്നു മുതൽ ബാലുകുരങ്ങനും കിഴവൻ മുതലയും നല്ല സുഹൃത്തുക്കളായി മാറി. ബാലുകുരങ്ങൻ ദിവസവും ഫ്രഷ് മധുരിക്കുന്ന പഴങ്ങൾ കൊടുക്കും. കിഴവൻ മുതല കുരങ്ങനെയും മുതുകിലേറ്റി നദിയിലൂടെ സവാരി ചെയ്യുന്നതും പതിവായി. അങ്ങനെ ഒരു ദിവസം, മുതലേട്ടാ, ഇന്നാ നല്ല ഫ്രഷ് ഞാവൽപ്പഴങ്ങൾ. പഴങ്ങൾ കഴിച്ച ശേഷം മുതല പറഞ്ഞു, എടാ ബാലു, നിന്റെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ എന്ത് പകരം തരാനാ? നീ എനിക്ക് ദിവസവും നല്ല നല്ല പഴങ്ങൾ തരുന്നു. പക്ഷെ ഞാൻ നിനക്ക് തിരിച്ചു ഒന്നും തരുന്നില്ലല്ലോ. വയസ്സായില്ലേ? മുതല ചേട്ടാ, ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വസ്തുവല്ല. ഒരു ഫ്രണ്ട് എന്നാൽ ജീവിതത്തിന്റെ ഭാഗമാണ്. നിന്റെ ചിന്തകൾ എത്ര നല്ലതാണ് ബാലു. നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ, അതാ. ശരി ശരി. നിന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് ബാലു? പറ. എനിക്ക് ആരുമില്ല ചേട്ടാ. സർക്കസുകാരെന്റെ മാതാപിതാക്കളെ തട്ടിക്കൊണ്ടുപോയ ശേഷമേ ഞാൻ തനിച്ചാണ് ഈ മരത്തിൽ താമസിക്കുന്നത്. ഓക്കെ, ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ വയസ്സായ ഭാര്യയും. ആഹാ, ചേട്ടത്തിയമ്മയുണ്ടോ? എങ്കിൽ ഞാൻ ഏടത്തി അമ്മയ്ക്കും കുറച്ച് ഞാവൽപ്പഴം തന്നു വിടാം. പിന്നെ ബാലു കുറെ നല്ല പഴുത്ത പഴങ്ങൾ പറിച്ച് മുതലയ്ക്ക് കൊടുത്തു. താങ്ക് യു ബാലു. ഫ്രണ്ട്സ് തമ്മിൽ നോ താങ്ക് യു, നോ സോറി. ഓക്കെ. ആ, ചേട്ടത്തി അമ്മയ്ക്ക് പഴങ്ങൾ തിന്നാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയണം കേട്ടോ. ഞാവൽ പഴങ്ങൾ എടുത്തുകൊണ്ട് മുതല തന്റെ ഭാര്യയുടെ അടുത്തെത്തി. നോക്കൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആയ്, ഞാവൽ പഴങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ എടുത്തോളൂ, തിന്നിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. മുതലക്കിഴവി പഴങ്ങൾ തിന്ന ശേഷം പറഞ്ഞു, എന്റെ അമ്മച്ചിയെ, എന്ത് മധുരമുള്ള പഴങ്ങളാ! ഈ പഴങ്ങൾ നിങ്ങൾക്ക് ആരാ തന്നത്? എന്റെ ക്ലോസ് ഫ്രണ്ട് ബാലു കുരങ്ങൻ. അവൻ ഞാവൽ മരത്തിലാ താമസിക്കുന്നത്. അപ്പോ അവൻ എല്ലാ ദിവസവും ഞാവൽ പഴങ്ങളായിരിക്കും തിന്നുന്നത്. ആ, ദിവസവും എന്റെ ഫ്രണ്ട് ബാലുവിന് ഈ പഴങ്ങളാണ് ആഹാരം. ഇത്രയും മധുരമുള്ള പഴങ്ങൾ തിന്നുന്ന ആ കുരങ്ങന്റെ ഹൃദയം എത്ര മധുരമുള്ളതായിരിക്കും! അവനെ തിന്ന നല്ല രസമായിരിക്കും. ഉടനെ തന്നെ കിഴവി മുതല സുഖമില്ലാത്തതുപോലെ അഭിനയിക്കാൻ തുടങ്ങി. അയ്യോ വയ്യേ, എനിക്ക് വയ്യാണ്ടായേ. എന്താണോ നിനക്ക് പറ്റിയത്? ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വൈദ്യരെ കാണാൻ പോയിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു എന്റെ ഹൃദയം വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ അധികകാലം ജീവിച്ചിരിക്കില്ല അത്രേ. അങ്ങനെയൊന്നും പറയല്ലേടോ. ഞാൻ നിനക്ക് നല്ല ചികിത്സ തരും, സത്യം. ആ വൈദ്യർ പറഞ്ഞു എന്റെ ഈ രോഗത്തിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂന്ന്. അത് നിങ്ങൾക്ക് ഒരിക്കലും തരാൻ പറ്റില്ല. നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്ത് മരുന്ന് തരണം? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ കൂടെ തരും, സംശയിക്കണ്ട. നിങ്ങൾ തരുമോ? എന്നാൽ ഞാൻ പറയാം. എന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ ആ കുരങ്ങന്റെ ഹൃദയം എടുത്ത് എനിക്ക് തരണം. അതായത് നീ ആ കുരങ്ങന്റെ ഹൃദയം കഴിച്ചാൽ നിന്റെ അസുഖം ഭേദമാകും അല്ലേ? ആ അതെ, അങ്ങനെയാ വൈദ്യര് പറഞ്ഞത്. പക്ഷെ ആ കുരങ്ങൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എങ്ങനെ അവനെ ചതിക്കും? എനിക്ക് പറ്റില്ല. എന്നാ ശരി, ഞാനങ്ങ് മരിച്ചോളാം. ഇല്ല ഇല്ല, നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി? ഞാൻ 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 എന്തെങ്കിലും നോക്കാം.
എന്തു ചെയ്യണമെന്നറിയാതെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് മുതല ബാലക്കുരങ്ങനെ കൊല്ലാനുള്ള പ്ലാനുമായി അവിടേക്ക് പോയി. എടാ ബാലു, ബാലു, നീ എവിടെയാ? മുതലയുടെ വിളി കേട്ട ഉടനെ തന്നെ ബാലകുരങ്ങൻ കുറെ നല്ല ഞാവൽ പഴങ്ങളും പറിച്ചു താഴെയെത്തി. ഞാൻ ഇവിടെയാ മുതലച്ച. മുതലച്ച, ഞാവൽപ്പഴം നിന്ന് ചേട്ടത്തി എന്ത് പറഞ്ഞു അത് പറ. വളരെ ഇഷ്ടപ്പെട്ടു. എന്നാ ഈ പഴങ്ങളും ചേട്ടത്തിക്ക് കൊടുത്തേക്കൂ. എന്നിട്ട് പറയണം ഈ പഴങ്ങൾ തന്നത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതായത് ഞാൻ. അതൊക്കെ ഇരിക്കട്ടെ, നിനക്കൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. നിന്റെ ചേട്ടത്തി നിനക്ക് വേണ്ടി ഒരു ഡെലീഷ്യസ് സദ്യ ഒരുക്കിയിരിക്കുകയാണ്. പുഴയെന്ന് പിടിച്ച പെടയ്ക്കുന്ന മീൻ എടുത്ത് സ്വന്തം കൈ കൊണ്ട് കറി വെക്കാൻ പോവാ. അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ആഹാ, ഇത് സംഭവം അടിപൊളിയാണല്ലോ. ദാ ഞാനിപ്പോ പുറപ്പെട്ടു കഴിഞ്ഞു. ബാലകുരങ്ങൻ മുതലയുടെ പുറത്ത് ചാടി കയറിയിരുന്നു. മുതല ഭാര്യ പറഞ്ഞതനുസരിച്ച് അക്കരയ്ക്ക് നീന്തി തുടങ്ങി. മുതലച്ചാരേ, നമ്മുടെ ആത്മബന്ധത്തിനെ കുറിച്ച് ചേട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ കൂടെ തരാൻ റെഡിയാണെന്ന്. എന്താ, ശരിയല്ലേ? ആ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവൻ പോലും തരും. എന്റെ ഭാര്യ അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? ബാലു നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കാൻ ബാലു നിങ്ങളെ തീർച്ചയായും സഹായിക്കുമെന്ന്. ചേട്ടത്തിയമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്ത് വേണേലും ചെയ്യാം. പറയൂ ചേട്ടാ, എന്താ പറ്റിയ ചേട്ടത്തിയമ്മയ്ക്ക്? വൈദ്യര് പറഞ്ഞു അവളുടെ ഹൃദയം ഭയങ്കര വീക്കാണെന്ന്. കുരങ്ങന്റെ ഹൃദയം അവൾ തിന്നാൽ അവളുടെ രോഗം പൂർണ്ണമായി മാറുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പുറകിലേറ്റി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മുതലയുടെ വാക്കുകൾ കേട്ടപ്പോൾ ബാലുകുരങ്ങന് കാര്യങ്ങൾ മനസ്സിലായി. മരുന്നിന്റെ പേരിൽ തന്നെ കൊന്നു തിന്നാനുള്ള സൂത്രം മനസ്സിലായി. പക്ഷെ ബാലുകുരങ്ങൻ ബുദ്ധിമാനായിരുന്നല്ലോ. അവൻ ശരിയായ നേരത്തിൽ തന്റെ ബുദ്ധിശക്തി പ്രയോഗിച്ചു. അപ്പൊ അങ്ങനെയാണോ കാര്യം? അപ്പൊ എന്റെ ഹൃദയം ഭക്ഷിച്ചാൽ ചേട്ടത്തിയമ്മയുടെ അസുഖം പൂർണ്ണമായി ഗുണമാവും, അങ്ങനെയാണോ? അതെ. എന്റെ മണ്ടൻ ചേട്ടാ, ഇത് മുമ്പേ തന്നെ എന്നോട് പറയണ്ടേ? പൊതുവെ ഞങ്ങൾ കുരങ്ങന്മാർ ഹൃദയം മരത്തിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇതെല്ലാം പുറപ്പെടുന്നതിന് മുമ്പ് പറയണ്ടേ? എങ്കിൽ ഞാൻ എന്റെ ഹൃദയം കയ്യോടെ കൊണ്ടുവന്നേനെ. ഇനി എന്ത് ചെയ്യും? എന്താ ബാലു, അപ്പൊ നിന്റെ ഹൃദയം നിന്റെ കയ്യിലല്ലേ ഉള്ളത്? ഇല്ല, പക്ഷെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് തിരിച്ചു പോയി എന്റെ ഹൃദയം എടുത്തിട്ട് വരാം. ശരി ശരി, തിരിച്ചു പോകൂ. എന്നെ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ആ മണ്ടൻ കിഴവൻ മുതല ആ കുരങ്ങന്റെ വാക്കുകൾ വിശ്വസിച്ചു. അവൻ കുരങ്ങനെയും കയറ്റി ആ ഞാവൽ മരത്തിന്റെ ചോട്ടിലേക്ക് പോയി. മരത്തിന്റെ അടുത്തെത്തിയതും ബാലുകുരങ്ങൻ ഒറ്റ ചാട്ടത്തിന് മരത്തിന്റെ മുകളിലെത്തി. ബാലു, വേഗം നിന്റെ ഹൃദയം എടുത്ത് താഴേക്ക് ചാടിവാ. നിന്റെ ചേടത്തിയമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവിടെ. എടാ മരപ്പൊട്ടൻ കിളവാ, ആർക്കെങ്കിലും അവരുടെ ഹൃദയം എടുത്ത് മരത്തിന്റെ മേലെ വെക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിച്ചതാ. പക്ഷെ നീ എന്റെ വിശ്വാസത്തെ തകർത്ത് എന്നെ തിന്നാൻ വേണ്ടി പ്ലാൻ വേറെ ഇട്ടു. നീ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം അറിയാത്തവനെ, പോയിക്കോ ഇവിടുന്ന്. നിന്റെ നിഴൽ പോലും എനിക്ക് കാണണ്ട. പോയിക്കോ ഇവിടുന്ന്, ഓടാ. കിഴവൻ മുതലയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. ആണം കെട്ട മുതല തല കുനിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു. അന്ന് ബാലുകുരങ്ങനെ ഒരു കാര്യം മനസ്സിലായി. നോക്കിയും കണ്ടും വേണം സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനെന്ന്. അതിനുശേഷം ബാലുകുരങ്ങൻ ആ ഞാവൽ മരത്തിൽ ചാടിയും മറിഞ്ഞും പഴങ്ങൾ തിന്നും സുഖമായി ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.